നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് ആൻഡ് ഡയറക്ഷൻ രണ്ടും സെയിം തന്നെയാവണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടേ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഇത് എങ്ങനെ ഒരു സി ഷേപ്പിലുള്ളൊരു മാഗ്നറ്റ് കൺസിഡർ ചെയ്തേ. സി ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ് ഇമാജിൻ ചെയ്യേ. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പോൾസ് ഉണ്ടാവുമല്ലോ, നോർത്തും സൗത്തും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള റീജിയനിൽ നമുക്കൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡായിരിക്കും കിട്ടുക. അതായത് ഒരു കോമ്പസ് ഇതിനിടയ്ക്ക് എവിടെ വെച്ച് കഴിഞ്ഞാലും ഒരേ സ്ട്രെങ്ത്തിലും ഒരേ ഡയറക്ഷനിലും ആയിരിക്കും ഒരു മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ ഫോർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഒരു റീജിയനിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണെന്ന് പറഞ്ഞാൽ അവിടെ ഈ റീജിയനിൽ എവിടെ മാഗ്നറ്റിക് കോമ്പസ് വെച്ചാലും അത് ഒരേ സ്ട്രെങ്ത്തിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, ഒരേ ഡയറക്ഷനിലും ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡുള്ള റീജിയൻ, അതിനകത്ത് ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് തൽക്കാലം ഇങ്ങനെ വരയ്ക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണല്ലോ അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആരോ വരച്ചാൽ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, കോമ്പസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. മാഗ്നറ്റിക് കോമ്പസ് വെച്ചാൽ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. ഈ ആരോ ഒരേ സ്ട്രെങ്ത്താണ് എല്ലായിടത്തും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഒരേ മാഗ്നറ്റിക് ഫീൽഡാണ്. ബി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഡയറക്ഷനാണ് ആ ആരോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. സപ്പോസ് ഇതിനുള്ളിൽ എന്തുണ്ട്, ഒരു ചാർജ് ഉണ്ട്. ക്യൂ എന്നാണ് ചാർജ്. ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ യാതൊരുവിധ ഫോഴ്സ് ഉണ്ടാവില്ല. ഇഫ് ക്യൂ ഈസ് നോട്ട് മൂവിങ്, നോ ഫോഴ്സ്. ഓക്കെ, അത് ക്ലിയറായി. ക്യൂ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കുക. സപ്പോസ് ക്യൂ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. ക്യൂ എന്ന് പറഞ്ഞ ആൾ സ്റ്റേഷനറി അല്ല, വി എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ബൈ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡായിട്ട് എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നു, തീറ്റ ആംഗിൾ ഉണ്ടാക്കുകയാണ്. വെലോസിറ്റി ഇങ്ങനെയാണ്, തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഫോഴ്സ് ആക്ടിങ് ഓൺ ക്യൂ. ഈ ക്യൂയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദർ വിൽ ബി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മൂവിങ് ചാർജ്. അപ്പോൾ ഫോഴ്സ് എപ്പോഴാണ് ആക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യണം, സ്റ്റേഷനറി ആവാൻ പാടില്ല. സപ്പോസ് വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ആ എഫ് കാണാനുള്ള ഫോർമുല വിത്തൗട്ട് പ്രൂഫ് നമ്മൾ പഠിക്കാൻ പോവാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മൂവിങ് ചാർജ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഇതിൽ ഓരോ ലെറ്റേഴ്സും എന്താണെന്നുള്ളത് ഞാൻ ആ ഫിഗറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മൂവിങ് ചാർജ് എഫ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് ഈസ് യൂണിഫോം. സൈൻ തീറ്റയില തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ. ഈ ഫോർമുല ഉപയോഗിച്ചാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടുള്ളൂ. ബട്ട് ഫോഴ്സ് ഈസ് ആക്ച്വലി എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൂടി തന്നെ കിട്ടണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദ സെക്കൻഡ് ഫോർമുല. പ്രൂഫായിട്ട് വേണ്ട, ബൈ ഹാർട്ട് ആക്കിയാൽ മാത്രം മതി. സംടൈംസ് പ്രോബ്ലത്തിൽ ചിലപ്പോൾ വെലോസിറ്റി ചിലപ്പോൾ ഐ ജെ കെയിലായിരിക്കും തരാം, മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ ഐ ജെ കെയിലായിരിക്കും, വെക്ടറായിട്ടായിരിക്കും തരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യുക. പ്രൂഫായിട്ട് വേണ്ട, പഠിച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മനസ്സിലായിക്കോളും. വി ബി സൈൻ തീറ്റ ഈസ് ആക്ച്വലി വി ക്രോസ് ബി. ദ സെക്കൻഡ് ഫോർമുല ഈസ് യൂസ്ഡ് വെൻ വി ആൻഡ് ബി ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് ഐ ജെ ആൻഡ് കെ. ഈ രണ്ട് ഫോർമുലയും അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ഫോർമുല ആണ് കുറേയും കൂടി ബെറ്റർ, മനസ്സിലാക്കാൻ എളുപ്പം സെക്കൻഡ് ഫോർമുലയാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ ഓഫ് എഫ് കിട്ടും. ഡയറക്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ വി ക്രോസ് ബിയുടെ ഡയറക്ഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടല്ലോ മാത്സിൽ. വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി പെർപെൻഡിക്കുലർ ടു ബോത്ത് വി ആൻഡ് ബി എന്നാണ്. മാത്സിലുള്ളതാണ്. വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നോക്കിയേ, വി എന്ന് പറഞ്ഞാൽ വെക്റ്റർ, ഓക്കെ ആണല്ലോ. ഇത് ബി എന്ന് പറഞ്ഞ വെക്റ്റർ. സപ്പോസ് വി ക്രോസ് ബി എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വി ആൻഡ് ബി. ഇത് എങ്ങനെ മാത്സിലുള്ളൊരു ഓപ്പറേഷൻ, വെക്റ്ററിലുള്ളൊരു ഓപ്പറേഷനാണ്. വി ക്രോസ് ബി ഈസ് എ വെക്റ്റർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. ക്രോസ് എടുക്കാനായിട്ടുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എഫ്, റിമെമ്പർ, ഡോണ്ട് ഫോർഗെറ്റ്, എഫ് ഈസ് എ ഫോഴ്സ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വി ആൻഡ് ബി. എക്സാക്ട് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈസ് അലോങ് വി ക്രോസ് ബി ആണ്. ഓക്കെ.